നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ലയിലെ വിദ്യാനഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്നു കേട്ടോ. കാസർഗോഡ് സാരീസ് എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമായ ഒരു സാരിൻ്റെ ഇവിടെ. പണ്ട് കാലത്ത് കാസർഗോഡിൽ നിന്നും വിദേശത്തേക്കൊക്കെ ഒരുപാട് ഡ്രസ്സ് ഇനങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോയിരുന്നു. ഫുള്ളി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ടാക്കുന്ന കാസർഗോഡ് സാരീസ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുന്നത്. കാസർഗോഡ് സാരി എന്താണ്, അതിനെക്കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽ ആയ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്ത ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാം. കാരണം പേര് കാരണം ഈ ഒന്നാമത്തെ പ്രൊസീജിയർ എന്താ ഈ സാരി ഉണ്ടാക്കാനുള്ള? തമിഴ്നാട്ടിലെ മില്ലുകളിൽ നിന്നും നമ്മൾ ഈ സ്പിന്നിങ് മില്ലുകളിൽ നിന്നും വെളുത്ത നൂല്, അതായത് ഗ്രേ ആണ് കൊണ്ടുവന്നിട്ട് അതിന് ശേഷം ആ നൂല് നമ്മൾ വേവിച്ചെടുത്തിട്ട് നൂലിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് അത് ശുദ്ധീകരിച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ നൂലിൽ കളറ് അപ്ലൈ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഡൈ ഹൗസാണ്. ഡൈ ഹൗസ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ തമിഴ്നാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കൊണ്ടുവന്ന നൂലിന് നമ്മൾ ആദ്യമായിട്ട് നൂല് ഉൽപ്പാദിപ്പിക്കുന്നതല്ല, നമ്മൾ നൂല് കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവന്ന ഗ്രേ നൂല് കൊണ്ടുവന്നിട്ട് അതിന് ശേഷം അത് ഗ്രേ നൂല് എന്ന് പറയും, അത് കഴി നൂലാണ്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ വേവിച്ച് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് അതിപ്പോൾ 24 മണിക്കൂർ വേവിക്കാനുണ്ട്. നാളെ അത് എടുത്തിട്ട് അതിനെ ശുദ്ധീകരിക്കാനുണ്ട്. അതിൻ്റെ ആ വേസ്റ്റ് എല്ലാം കളഞ്ഞ് ശുദ്ധീകരിച്ചിട്ട് അതിനുശേഷം നമുക്ക് വേണ്ടുന്ന പോലെയുള്ള കളർ എടുത്തിട്ടാണ് നമ്മളെ പിന്നത്തെ പ്രോസസ്. ആ വേവിച്ച നൂല് നമ്മൾ കളർ കഴിഞ്ഞതിന് ശേഷം അത് പിന്നെ ഉണക്കിയെടുത്തതിന് ശേഷം നമ്മളെ ആദ്യത്തെ പ്രോസസ്സ് ഇതാണ്. ഈ പിന്നെ ബോബിൻ വൈൻഡിങ് എന്ന് പറയും, അല്ലെങ്കിൽ വലിയ നെല്ല് ചുറ്റൽ. ഈ വലിയ നെല്ല് ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ പാവ് ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങളിലേക്കും പോകുന്നത്. അപ്പൊ ഇതാണ് ആദ്യത്തെ സ്റ്റേജ്. ഇതിലില്ല നൂലിനെ റീലിലോട്ട് ചുറ്റിയെടുക്കും. കളർ ചെയ്തിട്ട് വെച്ചിട്ടില്ല നൂലുകളാണ്. അപ്പൊ ഈ നൂലുകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നമുക്ക് വേണ്ടുന്ന ഡിസൈനനുസരിച്ചിട്ട് എടുത്തിട്ട് റീലുകൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ ഇത് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് നൂലെടുത്തിട്ട് ഇപ്പോൾ അവർ ചുറ്റുന്ന ആ റീൽ ഉണ്ടാക്കുന്ന കണ്ടേ. അതിന് ശേഷം ആ റീലുകൾ നമുക്ക് വേണ്ടുന്ന പോലെ ഇതുപോലെ കളർ മാച്ചിങ് ചെയ്തിട്ട് ഇതിന് നമുക്ക് സാരിയിൽ ഏത് ഡിസൈൻ വേണോ അതിനൊത്തതുപോലെ കളർ സെലക്ട് ചെയ്തിട്ട് അത് ബോബിന് റീൽ ഉണ്ടാക്കി ആ റീൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതുപോലെ പാവ് ചുറ്റിയെടുക്കുന്നത്. ഇത് പാവ് എന്ന് പറഞ്ഞാൽ ഇത് നെയ്ത്തിന്റെ ബേസ് ഇതാണ്. ഊടും പാവും എന്നാണ് നമ്മൾ പറയല്. സാധാരണ ഒരു തുണിയിൽ 2 തരാണ്, ഒരു പാവ് ഊട. അപ്പൊ ഇത് പാവ്. ഈ പാവിലോട്ടാണ് പിന്നെ നമ്മൾ നെയ്തിട്ട് ഊട ചേർക്കല്. അപ്പോഴാണ് തുണി ഉണ്ടാവുന്നത്. ഇതിപ്പോ ജസ്റ്റ് ഒരു പാവ്. ഇത് നമ്മളൊരു സ്കൂൾ യൂണിഫോമിന്റെ വൈറ്റ് ആയതുകൊണ്ട് അതിലിപ്പോൾ കളർ കാണാനില്ല. അതല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഇഷ്ടം പോലെയുള്ള മറ്റ് കളർ വെച്ചിട്ട് നമ്മൾ പാവ് ഉണ്ടാക്കും. ആ പാവിൻ്റെ ഒരു സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കാം. പാവ് എന്ന് പറഞ്ഞാൽ ഒരു തുണിയിൽ എത്രത്തോളം കളർ വരുന്നുണ്ട് വെച്ചെങ്കിൽ അതിന്റെ ഒരു ഡിസൈനാണ് ഈ പാവ്. അതെ, ഈ തുണിയിൽ എന്തെല്ലാം കളർ ഉണ്ട് ഇതാണ് പാവ് അല്ലേ? ഇതാണ് പാവ്. ഇതിപ്പോ നമ്മൾ മിക്സ് ആക്കി വരുമ്പോൾ ഈ ഒരു കളറാണ് അതിൽ കാണിക്കുക. അതെ, ഇതുപോലെ അതിലും ചെക്ക് വരും പാവിലും. ഇതിലെങ്ങനെയുണ്ട് അതുപോലെ ഊടയിൽ നമ്മൾ ഇടുമ്പോൾ തുണിയിൽ ചെക്കായിട്ട് വരും അല്ലേ? അപ്പൊ വൈറ്റ് കളറാണെന്ന് സിംഗിൾ ആയിട്ട് ഒരു കളർ മാത്രം, വെറും സിംഗിൾ ആയിട്ട് വൈറ്റ് മാത്രം കാണും. അതുപോലെ ഉണ്ടാക്കിയ പാവിനെ നമ്മൾ കറിയിലോട്ട് കയറ്റിയിട്ടാകുമ്പോഴാണ് നമുക്ക് ഈ നെയ്ത്തിനില്ല ഒരു പാകത്തിൽ കിട്ടുന്നത്. ചക്രത്തിൽ ചുറ്റുന്ന കണ്ടല്ലോ, ഇത് നമ്മൾ നമ്മൾ ഒരു ഡിസൈൻ ആദ്യം ഉണ്ടാക്കിയിട്ട് ആ ഡിസൈനനുസരിച്ച് പാവ് വെച്ചു. ഈ പാവ് ഇതുപോലെ പാവിൽ എങ്ങനെ കാണുന്നോ അതുപോലെ നമ്മൾ നെയ്ത്തിലും പിന്നെ ഊടയിലും കളർ നെയ്തുകൊണ്ട് പോകും. ഇങ്ങനെ ചെക്കായിട്ട് വരും. ഇതൊക്കെ സാരിയാണല്ലേ? അല്ല, അത് ബെഡ്ഷീറ്റാണ്. സാരിയല്ല, ഇതെല്ലാം സാരിയാണ്. ഇത് ടവലാണ്, തോർത്തിലാകുമ്പോ ഇവിടെ ഒരു പച്ച കളറും അതേപോലെ തന്നെ ഫുള്ള് വൈറ്റും. നമുക്ക് ഇഷ്ടം പോലെയുള്ള കളറിൽ വെക്കാം, നമ്മളെ ഇഷ്ടത്തിന് വെക്കാനാണ്. അതുപോലെ ഇതെല്ലാം ഓരോ ഡിസൈൻ സാരികളാണ്. അതായത് ഈ പാവിൽ ഉള്ള നൂലുകളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു സാരി കംപ്ലീറ്റ് ആയി വരുമ്പോൾ ഈ ഒരു ലുക്കൊക്കെ ഇത് മാറും, ആ രീതിക്ക് മാറും. പിന്നെ ഈ ഒരു ഡിസൈനൊക്കെ സെൻട്രൽ ഡിസൈനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, കൈ കൊണ്ട് ചെയ്ത് കൊടുക്കും. ഹാൻഡ് വർക്കായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. ഹാൻഡ് വർക്കാണ്, ഹാൻഡ് വർക്കായിട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഈ ഒരു പാവിലുള്ള സംഭവങ്ങളാണല്ലോ. അതെ, ഇത് നമുക്ക് ഇതിനെല്ലാം ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മുകളിലുള്ള അതിൽ വരുന്ന ഡിസൈൻസ് ആണ് പുറത്തെടുക്കുന്നത്. ഇത് 1 സൈഡ് കോട്ടൻസ് എന്ന് പറയും. അങ്ങനെ ഈ നെയ്തൽ എങ്ങനെ ആവുന്നത്? ഇത് ഇപ്പൊ ഇവിടെ ജോയിന്റിനകത്ത് ഭാഗം ഇങ്ങനെ ജോയിന്റ് ശീല പോലെ വരുന്നുണ്ടല്ലോ, ಇದು ಯಾವುದು ಕಾಲು? ಕಾಲು ಯಾವುದು?
ഇതല്ല ആദ്യം ഇങ്ങോട്ട് പോയി എന്നിട്ട് ഇങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ട് പോയി. ഇത് എന്താ ഒരു പ്രോസസ്സിങ് അതിനുള്ളിൽ നടക്കണേ? ഈ ഒരു സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ ഇത് പാസ് ചെയ്യുമ്പോൾ ഈ നൂല് പിന്നെ ഈ പാവിലുള്ളതുപോലെ ഊടക്കില്ല നൂല് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്നതാണ്. ഓരോ ഉള്ളിൽ കൂടി ഇങ്ങനെ അങ്ങനെ കയറി പോകില്ല. ഇത് കണ്ട ഇത് ഒരു വഴി അങ്ങോട്ട് മറ്റേ വഴി ഇങ്ങോട്ട്. അതായത് ഈ ഒരു ഹോൾസിലൂടെ ഈ നൂല് അങ്ങനെ അപ്പുറത്ത് പോകും, അങ്ങോട്ട് പോയി. അതേപോലെ ഇങ്ങോട്ട് ആ നൂല് പോയ നൂല് തിരിച്ചു വരില്ല. നമ്മൾ പിന്നെ ചവിട്ടുമ്പോൾ ഇതിന്റെ ഇതും ഡയറക്ഷൻ മാറി പാടെ ലിങ്കായി. നമ്മൾ പായൊക്കെ ലോക്ക് വീടും. ഒരു ഭാഗത്തേക്ക് പോയി അപ്പുറത്ത് ലോക്ക് വീണു. പിന്നെ നൂല് ഇങ്ങോട്ട് വന്നു. ഇതിങ്ങനെ പോയിട്ട് വേണം ഒരു സാരി ഉണ്ടാവാൻ. അതായത് ഇപ്പൊ നീളത്തിൽ മാത്രമേ അത് കാണുന്നുള്ളൂ ഇവിടെ. ഇതിലൂടെ ഈ ഒരു സൂചി ഉപയോഗിച്ചിട്ടാണ് അവിടെ പാസ് ചെയ്യുമ്പോൾ ഒരു തുണിത്തരായി വരുന്നത്. ഓടം എന്ന് പറയും. ഓടത്തിലൂടെ നൂല് ലെഫ്റ്റിലോട്ട് പാസ്സാവും. അങ്ങനെ അതുപോലെ ഇത് ബോർഡർ ഇപ്പൊ ഇത് വേറെ തന്നെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബോർഡർ. അപ്പൊ അതിന് ഇതൊരു ചെറിയ ഓടത്തിൽ വേറെ തന്നെ ഇതായിട്ട് കോർത്തെടുക്കുന്നത്. ഇപ്പൊ ഇത് ഈ ഡിസൈനിന് വേണ്ടിയിട്ട് മാത്രമല്ല ഇത് ബോർഡർ ഡിസൈനിന് വേണ്ടിയിട്ട് മാത്രമില്ലതാണ്. അപ്പൊ അതിന്റെ ആ ഡിസൈനൊക്കെ നമ്മൾ ആ കാണുന്ന ആ മാലയിൽ കോർത്തിട്ടുണ്ട്. അപ്പുറത്ത് കാണുന്ന മാലയിൽ അതിൽ കൂടിയാണ് ഈ ഡിസൈൻ വരുന്നത്. അതായത് ഈ ഒരു ഡിസൈൻ മാത്രമേ ഇവിടുന്ന് പോകുള്ളൂ. ഇവിടെ ഇത് മാത്രമേ പോകുള്ളൂ. ഈ ഒരു മഞ്ഞ കളർ ഇവിടെ കണ്ടോ, മഞ്ഞ കളറിൽ ആ ഡിസൈനുള്ളത് ഈ നൂലാണ്. ഇതിന്റെ ഡിസൈൻ നോക്കൂ, അടിഭാഗത്ത് ഡിസൈൻ, അടിഭാഗത്തുള്ള ഡിസൈനും അതേപോലെ ഇത് മോൾ ഭാഗം ഇതാണല്ലേ. ഇത് ശരിക്കും നമ്മൾ ഉടുത്ത് കാണുമ്പോൾ മോൾ ഭാഗം ഇതാണ്, ഇത് ഉള്ളുഭാഗമാണ്. അതായത് ഒരു സാരി ഉണ്ടാക്കി വരാൻ ഭയങ്കര റിസ്ക് ഉണ്ട്, ഒരുപാട് സമയം. സാരി ഇത് ഉണ്ടാക്കി വരാൻ എത്ര സമയം പിടിക്കും? ഓരോരുത്തരുടെ കഴിവ് പോലെ ഉണ്ട്. ഇപ്പൊ ഇത് സാധാരണ ഒരു നല്ല നെയ്ത്തുകാരനെ ഒരു സാരി ഉണ്ടാക്കാൻ ചുരുങ്ങിയ 2 ദിവസം. ഒരു സാരിക്ക് 2 ദിവസം പിടിക്കും. 2 ദിവസം നല്ല നെയ്ത്തുകാരൻ, നല്ല ഒരു സാധാരണ നെയ്ത്തുകാരനെല്ലാം ഒരു 3 ദിവസം എല്ലാം എന്തായാലും എടുക്കും. ഇവിടുത്തെ ഒരു സാരി എത്ര നീളം ഉണ്ടാവും? 5.5 മീറ്റർ. 5.5 മീറ്റർ. അതിപ്പോ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ ഈ നൂല് എന്ന് പറഞ്ഞാല് നമ്മളൊരു മുടിയുടെ തടിയാണ്. ഈ മുടിയുടെ തടി കൊണ്ട് 5.5 മീറ്റർ സമയം എത്ര അതാണ്. അങ്ങനെ ഓരോ സാരി ഓരോ ഡിസൈനാണ്. ഓരോ നെയ്ത്തിലും കുറേ വ്യത്യാസമുണ്ട്. ചിലത് പ്ലെയിൻ നെയ്തുകൊണ്ടോ മതി, അല്ലെങ്കിൽ ചിലത് കൈകൊണ്ട് ഇങ്ങനെ എക്സ്ട്രാ പിന്നെയും കോർത്തെടുക്കണം. അടുത്ത പ്രോസസ്സിങ് എന്താ? ഇത് ഇപ്പോൾ ഈ സാരി നെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ക്വാളിറ്റി ചെക്കിങ്ങും പാക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് പിന്നെ ടൈപ്പാണ്. ഇത് പിന്നെ ഒരു ടൈപ്പാണ്. ബോഡിക്ക് ചെക്കില്ല, ബോർഡറിൽ മാത്രം ചെക്ക്. ഇതുകൊണ്ട് പ്രത്യേക അതിന്റെ ചെക്ക് ഉണ്ടാക്കുന്നതാണ് നമ്മൾ. ഇതുകൊണ്ടിരിക്കെ അഡീഷണൽ ആയിട്ട് ചെക്ക് ഉണ്ടാക്കും. അതിനാണ് ഇത് ഈ 2 ചെറിയ ഓടം. 2 ഭാഗത്തും അത് പ്രത്യേകം കോർത്തെടുക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ പോയി തുണി വാങ്ങുന്ന പോലെയല്ല സാരി കണ്ടാലേ അറിയൂ ഇതിൽ ഉണ്ടാക്കാനില്ല റിസ്ക്കും അതിന്റെ സമയം അതും ഇതുമെല്ലാം ഇത് കണ്ടാലേ മനസ്സിലാവും. അപ്പോൾ ഇവിടെ കണ്ട അവർ തോർത്തുണ്ടായിക്കൊണ്ടിരിക്കണം. തോർത്തുണ്ടാവും ഏകദേശം മഞ്ഞ കളറും ഒരു പച്ച ടൈപ്പുള്ള കരവാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഈ കാലോണ്ട് ചോദിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മുകളത്തെ ഈ ഒരു നൂലും അതായത് ഇപ്പോഴത്തെ ടൈപ്പിലുള്ള ഈ ഒരു 2 നൂല് അങ്ങോട്ടും അടിക്ക് മുകളോട്ടും ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടോ. അതിൻ്റെ അടിയിൽ കൂടെ ഈ ഒരു സൂചി പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കയറ് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണുണ്ടോ, അത് ഈ ഒരു സൂചി പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു സൂചി ഉണ്ടോ, അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെച്ചില്ല തോർത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. വെള്ള കളറും അതേപോലെ തന്നെ മഞ്ഞ കളറിലുള്ള സൂചിയാണ് ഈ ഒരു സൈഡിലൂടെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. പച്ച കളറും അതേപോലെ തന്നെ വെള്ള കളറൊക്കെ അവിടെ ഫിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഉണ്ടോ, ഇവിടെ വേറൊരു തോർത്തുമുണ്ടല്ലേ ചേച്ചിക്ക്? തോർത്തുമുണ്ടല്ലേ. ഒരു തോർത്തുമുണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന വെച്ചെങ്കിൽ ഒരുപാട് സമയമാവും. ഒരു തോർത്തുമുണ്ട് ഉണ്ടാക്കിയെടുക്കാൻ എത്ര സമയം വരും? 3/4 മണിക്കൂർ അല്ലേ? ഒരു തോർത്തുമുണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി 3/4 മണിക്കൂർ സമയം വരും. പിന്നെ ഇവരുണ്ടോ 2 കയ്യിലും അതേപോലെ തന്നെ 2 കാലിനും ജോലി ചെയ്താൽ മാത്രമേ ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ടൈലർ ഷോപ്പിലൊക്കെ പോയിട്ട് ഡ്രസ്സുകളൊക്കെ നമ്മൾ അടിക്കാറുണ്ടല്ലോ, അതേപോലെ ഇവർ നൂല് വെച്ചിട്ട് ഒരുപാട് നൂലുകൾ വെച്ച് ടൈലർ ഷോപ്പിൽ ഒരു മെഷീൻ മാത്രമേ ഉണ്ടാവുള്ളൂ വെച്ചെങ്കിൽ ഇവർ ഒരുപാട് നൂലുകൾ വെച്ചിട്ടാണ് ഇതേപോലത്തെ ഒരു തോർത്തുമുണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ ഒരുപാട് ആളുകൾ സാരി ഇവിടെ നെയ്തുകൊണ്ടിരിക്കണേ. പല ഡിസൈനായിട്ട് അവിടെ വേറെ ഡിസൈന്, അപ്പുറത്ത് വേറെ ഡിസൈന്, ഇവരെ വേറെ ഡിസൈന്, അപ്പുറത്ത് പല ടൈപ്പിലുള്ള സാരികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഒരു കടയിൽ പോയിട്ടൊക്കെ ഒരു സാരി വാങ്ങാൻ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വാങ്ങിയിട്ട് പോരാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈന്
സെലക്ട് ചെയ്ത് നമുക്ക് വാങ്ങി പോരാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ഒരു സാധാരണ നമ്മൾ ടൈലർ ഷോപ്പിലൊക്കെ ഒരു പിന്നെ ഡ്രസ്സ്, അതായത് ഒരു ശീല നമ്മൾ വാങ്ങിയിട്ട് അടിക്കാൻ വേണ്ടി കൊടുക്കാറുള്ളൂ. പക്ഷേ അതൊരു ശീല ആക്കി വരുമ്പോഴത്തേന് ഒരുപാട് അതിൻ്റെ ബാക്കിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരു സംഭവങ്ങൾ നമ്മൾ അറിയുന്നില്ല. ഇത് നമ്മൾ പോലത്തെ ഒരുപാട് ആളുകൾ ജോലി ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ഒരു ഡ്രസ്സ്, അതായത് ഇപ്പോൾ ഈ ഒരു തുണി എന്ന് പറഞ്ഞാൽ തുണി ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് നൂലുകൾ, പല നൂലുകൾ ജോയിൻറ്റ് ചെയ്തിട്ട് ഒരുപാട് നൂലുകൾ പിന്നെ ജോയിൻ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഡ്രസ്സാണ് ഇപ്പോൾ ഈ ഡ്രസ്സ് വെച്ചെങ്കിൽ. ഇതുപോലെയാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഡ്രസ്സുകളും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ. മുമ്പൊക്കെ ചാലിയ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു ഈ ഒരു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവരൊക്കെ ഒരു വലിയ വലിയ കാറ്റഗറിയിലേക്ക് മാറിപ്പോയ സമയത്ത് ഇപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ പിന്നെ ജോലി ചെയ്യുന്നില്ല. ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾ SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ ഒരുപാട് ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മാഡം ഒരു ചെക്കും അതേപോലെ പച്ച കളറിലുള്ള ഒരു സാരി നെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ ഒരു ചെക്കുകൾ ഇങ്ങനെ കണ്ട ഈ ചെക്കനായി വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പിന്നെ എത്രയായിട്ടുള്ള ഒരു കാപ്പി കളർ ഇതുണ്ടോ, ഇത് 16 നൂലുകളാണ് ഈ ഒരു ഗ്യാപ്പിലുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു പച്ച ടൈപ്പിലുള്ള ഒരു ഡോട്ട് ഉണ്ട്, അവിടെ 4 ടൈപ്പ്, ഇവിടെ 4 വരി നൂല് ഈ ഒരു ഭാഗത്തുണ്ട്. ഈ ഒരു ചെക്ക് അവരിപ്പോൾ ഈ ഒരു സംഭവം അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള ആ സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു ചെക്കിൻ്റെ ആ ഒരു 4 വരിയുള്ള ആ ഒരു സംഭവം നെയ്തുകൊണ്ടിരിക്കുകയാണ്. നെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഏകദേശം 16 ഒരു കള്ളി 16 ഈ ഒരു കള്ളിയിൽ 16 നൂലുകൾ ഇങ്ങനെ പാസിങ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതിങ്ങനെ ഇവരിങ്ങനെ മനസ്സിലിങ്ങനെ കറക്റ്റായിട്ട് ഇതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു കറക്റ്റ് ഇതിൻ്റെ ആ ഒരു പിന്നെ ഈസ്റ്റ് തമ്മിൽ ഒരേമാതിരി ആവുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വലിപ്പം കൂടി പോകാൻ ചാൻസ് ഉണ്ട്. ഷോറൂമാണ്. ഇവിടെ എല്ലാ ഐറ്റംസും സാരീസ് ഉണ്ട്. അവിടെ കസ്റ്റമറും ഉണ്ട്. അവിടെ പോയി കടന്നൊന്ന് കിട്ടും. അത് അവർ പറഞ്ഞു തരും. മാഡം കുറച്ച് സാരി കൊണ്ട് കാണിച്ചു തരാം നമുക്ക്. ജസ്റ്റ് അതിൻ്റെ കുറച്ച് ഡിസൈൻസ് സംഭവങ്ങളൊക്കെ. മാഡത്തിൻ്റെ പേര് വനിത ചേച്ചി. ഇവിടെയുള്ള എല്ലാ സാരികളും ഇവിടെ ഈ ഒരു മില്ലിൽ ഉണ്ടാക്കുന്ന സാരികൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കുറച്ചായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡിസൈൻസ് ഇട്ടാ ആ ഒരു ബോർഡർ ഡിസൈൻസ് അല്ലേ. ഇവിടെ ആളുകൾക്ക് വന്ന് സാരി വാങ്ങാൻ വേണ്ടി സാധിക്കുമോ? ഇത് നിങ്ങൾ ഈ ഒരു മില്ലിലെ ഓൺ പിന്നെ പർച്ചേസിംഗ് ആയിട്ട്, അതായത് ആളുകൾക്ക് ഇവിടുന്ന് ഒന്ന് വാങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു പിന്നെ ചെറിയ ഷോപ്പാണ് അല്ലേ. അതായത് ഇവിടെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ടോ? ഉണ്ടല്ലേ. സത്യത്തിൽ ഈ സാരിൻ്റെ പേര് തന്നെ കാസർഗോഡ് സാരി എന്നുള്ള പേരാണല്ലേ. ഈ ഒരു ബ്രാൻഡിന്റെ പേരെന്തെങ്കിലും ഈ സാരിമ കാണാൻ വേണ്ടി സാധിക്കുമോ? നമ്മൾ കാസർഗോഡ് സാരീസ് എന്നറിയപ്പെടുന്ന ഒരു കാസർഗോഡിലെ ഒരു വ്യത്യസ്തമായ സാരിയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ വീഡിയോ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.